പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കേവർക്കും ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിക്കുന്നു. ഏവരെയും സഹജയോഗയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ പുതുവർഷ പുലരിയിൽ ഇന്ത്യയിലെ 15ഓളം ഭാഷകളിലായി വിലമതിക്കാനാവാത്ത ഒരു സമ്മാനവുമായാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത്. നമുക്കറിയാം, യോഗ എന്നത് വളരെ സുപരിചിതമാണ്. എന്താണ് യോഗ? സ്വയം തൃപ്തിപ്പെടുക എന്നത് ഏതൊരു മനുഷ്യൻ്റെയും അന്തർലീനമായ ഇച്ഛയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ആനന്ദകരമാക്കാൻ, സന്തോഷപ്രദമാക്കാൻ, സ്വയം സുഖപ്പെടാൻ നമുക്ക് ചുറ്റുമുള്ള എല്ലാ മനുഷ്യരും നമുക്ക് ചുറ്റുമുള്ള ബാഹിക സൗകര്യങ്ങളെ മെച്ചപ്പെടുത്തിയാൽ മതിയാവുമെന്ന കാരണത്താൽ വ്യഗ്രതയോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നവരാണ്. പക്ഷേ നമുക്ക് മുന്നിലേക്ക് കടന്നു വരുന്ന പ്രതിബന്ധങ്ങളെ, പ്രതികൂലമായ സാഹചര്യങ്ങളെ നമുക്ക് മറികടക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇത് നമ്മിൽ ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നു. നമ്മുടെ ജീവിതം പ്രതീക്ഷകളുമായാണ് മുന്നോട്ട് പോകുന്നത്. അതിനനുസൃതമായി യാഥാർത്ഥ്യം സംഭവിക്കാതിരിക്കുമ്പോൾ നമ്മിൽ പിരിമുറുക്കവും സമ്മർദ്ദവുമേറുന്നു. ഇതിനെ മറികടക്കുന്നതിനായി നമ്മൾ പല രീതിയിലും പല കാര്യങ്ങളും നമ്മൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. ഇതിനൊടുവിൽ നാം എത്തിച്ചേരുന്നത് യോഗ എന്നതിലാവും. സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന യോഗ തന്നെയാണോ? നമുക്കറിയാം, നമ്മളിന്ന് കണ്ടുവരുന്ന യോഗ, നാം മനസ്സിലാക്കിയിരിക്കുന്ന യോഗ നമ്മുടെ ശരീരത്തെ ക്രമീകരിക്കാൻ ആവശ്യമായ രീതിയിൽ വ്യായാമ മുറകളോ അതുമല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസത്തെ ക്രമീകരിച്ചുകൊണ്ട് പ്രാണായാമ പോലുള്ള പ്രക്രിയകൾ നടത്തിക്കൊണ്ട് സന്തുലനമാക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. എന്നാൽ ഈ പ്രക്രിയയിലൂടെ യഥാർത്ഥമായ യോഗ നമുക്ക് സാധ്യമാണോ? എന്താണ് സത്യത്തിൽ യോഗ? യോഗ എന്നാൽ കൂടിച്ചേരുക എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മിൽ എന്താണ് കൂടിച്ചേരേണ്ടത്? ഇനി നാം എന്തിലാണ് കൂടിച്ചേരേണ്ടത്? അതറിയുമ്പോഴാണ്, ആ അന്വേഷണത്തിനൊടുവിലാണ് നാം എത്തുക സഹജയോഗയിൽ. അതിൻ്റെ പരിപൂർണത നമുക്ക് അറിയാൻ സാധിക്കുന്നത്, അനുഭവപ്പെടുന്നത് സഹജയോഗയിലാണ്. എന്താണ് യോഗ? നമ്മിൽ നമ്മുടെ വളർച്ചയ്ക്കും പരിണാമത്തിനും അടിസ്ഥാനമായ ശക്തിയെ, ഊർജത്തെ, അതിൻ്റെ ഉറവിടവുമായി കൂട്ടിച്ചേർക്കപ്പെടുന്നതിനെയാണ് യോഗ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് നടക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നാം ഓരോരുത്തരും ജന്മമെടുക്കുന്നത് അമ്മയുടെ വയറ്റിലാണ്. നമുക്കറിയാം, നമ്മുടെ ഒരു ഭ്രൂണാവസ്ഥയിൽ നിന്ന് പരിണാമം സംഭവിച്ച് ഇന്ന് കാണുന്ന സ്ഥിതിയിലേക്ക് വളർന്നിരിക്കുകയാണ്. ഇതിനടിസ്ഥാനമായ ശക്തിയെ നമുക്കറിയാം, ശക്തിയുടെ മാറ്റങ്ങളിലൂടെയാണ് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഉണ്ടാവുകയും വളരുകയും ഒക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ഭ്രൂണാവസ്ഥയിൽ അമ്മയുടെ വയറ്റിലിരിക്കുന്ന ഒരു ജീവനെ അതിൻ്റെ പരിണാമത്തിലേക്ക് നയിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഫണ്ടനൽ ഏരിയ, അതായത് നമ്മുടെ മൂർധാവ്, അതുവഴി അമ്മയുടെ വയറ്റിൽ 2-3 മാസം പ്രായമാവുന്ന സമയത്ത് ഈ അടിസ്ഥാന ഊർജം, ശക്തി, ചൈതന്യം കടന്നു വരികയും അതിലൂടെ താഴോട്ടേക്കൊഴുകി 3 നാഡികൾ രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ ഇടത് ഭാഗത്തെ നിയന്ത്രിക്കാനായി ഒരു ലെഫ്റ്റ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റവും ഇടനാഡി എന്ന് പറയും. വലത് ഭാഗത്തെ നിയന്ത്രിക്കാനായി റൈറ്റ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ പിംഗള നാഡി എന്ന് പറയും. അതേപോലെ നമുക്കറിയാവുന്ന ഒരു സുഷുമ്നാ നാഡിയുണ്ട്. ഇങ്ങനെ 3 തരത്തിലുള്ള നാഡികൾ നമ്മുടെ ഉള്ളിൽ രൂപാന്തരപ്പെടും. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ഉള്ളിൽ പ്രകൃതി തന്നെ സൃഷ്ടിച്ച് നൽകുന്ന
ഒരു സിസ്റ്റമുണ്ട്. അതിലൂടെയുള്ള ഊർജപ്രവാഹത്തിനോടനുബന്ധിച്ചാണ് നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ഉള്ളിൽ ആന്തരിക അവയവങ്ങൾ ക്രമീകരിക്കപ്പെടുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ മൂർധാവിലേക്ക് കടക്കുന്ന ഈ ഊർജം ഓരോ ഊർജ കേന്ദ്രങ്ങളിലായി സംഭരിക്കപ്പെടുകയും അവിടെ നിന്ന് അത് പ്രവഹിക്കുകയും ചെയ്യുന്നു. നമ്മുടെ മൂർധാവിൽ നിന്ന് കടക്കുന്ന ഊർജം ആദ്യമായി ഒരു പ്ലക്സസ് രൂപാന്തരപ്പെടുത്തുകയും, അല്ലെങ്കിൽ അത് യോഗ ഭാഷയിൽ അതിനെ ചക്രങ്ങൾ എന്ന് പറയും, ഊർജ കേന്ദ്രം. അവിടെ ഊർജം എത്തുമ്പോഴാണ് നമ്മുടെ തലച്ചോറ് രൂപാന്തരപ്പെടുന്നത്. നമുക്കറിയാം, നമ്മുടെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് തലച്ചോറാണ്. അവിടെ നിന്നും അത് നമ്മുടെ നട്ടിലിനുള്ളിലൂടെ സുഷുമ്നാ നാഡിപടി താഴോട്ടേക്ക് ഇറങ്ങുകയും നമ്മുടെ നെറ്റിയുടെ ഭാഗത്തെത്തുമ്പോഴേ നമ്മുടെ കണ്ണ് രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ എനർജി സെന്ററിനെ നമ്മൾ ആഗ്യാചക്ര എന്ന് പറയും. ഒപ്റ്റിക് ചിയാസ്മ, ഒപ്റ്റിക് തലാമസ് എന്നൊക്കെ സയന്റിഫിക് ആയിട്ട് പറയും. അവിടെ അത് നിൽക്കുന്നില്ല. അവിടുന്ന് അത് താഴോട്ടേക്ക് ഒഴുകി നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തെത്തുമ്പോഴാണ് നമുക്ക് നമ്മുടെ കൈകൾ, ഷോൾഡറുകൾ, നാക്ക്, മൂക്ക്, പല്ലുകൾ, ചെവി, നമ്മുടെ തൈറോയിഡ് ഇതൊക്കെ രൂപാന്തരപ്പെടുന്നത്. ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട അവയവങ്ങൾ മാത്രമാണ്. ഈ എനർജി സെന്ററിനെ സെർവിക്കൽ പ്ലക്സസ് എന്ന് സയന്റിഫിക് ആയിട്ട് പറയും. അവിടെ നിൽക്കാതെ അവിടുന്ന് താഴോട്ടേക്ക് ഒഴുകി നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗത്തെത്തുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഹൃദയം രൂപാന്തരപ്പെടുകയും അതേപോലെ നമുക്ക് ശ്വസിക്കാൻ ആവശ്യമായിട്ടുള്ള ശ്വാസകോശങ്ങളും ഉണ്ടാവുന്നത്. ഈ പ്ലക്സസിനെ, ഈ ഞരമ്പ് കൂട്ടങ്ങളെ നാം വിളിക്കുന്നത് കാർഡിയാക് പ്ലക്സസ് എന്നാണ്. അവിടെ നിൽക്കാതെ ആ ഊർജം വീണ്ടും താഴോട്ടേക്ക് ഒഴുകി നമ്മുടെ വയറ്റിൻ്റെ ഭാഗത്ത്, നമ്മുടെ പൊക്കിളിൻ്റെ ഭാഗത്ത് എത്തുമ്പോഴാണ് നമ്മുടെ ആമാശയം, വൻകുടൽ, ചെറുകുടൽ, അതേപോലെ ലിവർ ഒക്കെ രൂപാന്തരപ്പെടുന്നത്. ഇതിനെ നമ്മൾ സോളാർ പ്ലക്സസ് എന്ന് വിളിക്കുന്നു. അവിടെ നിൽക്കാതെ അത് വീണ്ടും താഴോട്ടേക്ക് ഒഴുകുക ചെയ്യുന്നത്. ഒഴുകി നമ്മുടെ വയറും കാലും ചേരുന്ന ഭാഗത്തോട്ടെത്തും. അവിടെ ഊർജെത്തുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഉണ്ടാവുന്നത്, പാൻക്രിയാസ് ഉണ്ടാവുന്നത്, പ്ലീഹി ഉണ്ടാവുന്നത്, ഇതൊക്കെ ഉണ്ടാവുന്നത്. ഇതിനെ നമ്മൾ ഓട്ടിക് പ്ലക്സസ് എന്ന് പറയും. സയന്റിഫിക് ആയതിനെ ഓട്ടിക് പ്ലക്സസ് എന്ന് പറയും. അവിടെ നിൽക്കാതെ വീണ്ടും താഴേക്ക് പോവുക ചെയ്യുന്ന നട്ടലിൻ്റെ ഏറ്റവും താഴത്ത് അവിടെ ഒരു ഊർജ കേന്ദ്രമുണ്ട്. അവിടെയാണ് നമ്മുടെ വിസർജനാവയവങ്ങളൊക്കെ രൂപാന്തരപ്പെടുന്നത്. നമുക്കറിയാം, നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് സ്വീകരിച്ച് ബാക്കിയുള്ളതിനെയൊക്കെ പുറന്തള്ളും. അതിനുള്ള അവയവം രൂപാന്തരപ്പെടുന്നത് നമ്മുടെ മൂലാധാര ചക്ര എന്ന് വിളിക്കുന്ന ഏറ്റവും താഴത്തെ എനർജി സെൻറ്ററിലാണ്. ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ നമുക്ക് വളരുവാനും ജീവിക്കുവാനുമുള്ള രീതിയിൽ എല്ലാ ആന്തരിക അവയവങ്ങളെയും ക്രമീകരിക്കപ്പെടുകയും വളർച്ചയിലേക്ക് നയിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഈ ഊർജം നമ്മുടെ 10 മാസമെത്തി നമ്മുടെ അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴും നമ്മളിലേക്ക് ആ പ്രകൃതിയുടെ സ്നേഹം ചൈതന്യമായി നമ്മുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരുന്നു. അത് നമുക്ക് നമ്മുടെ മൂർധാവിൽ ഒരു സ്പന്ദനമായി നമുക്ക് അറിയാൻ കഴിയുമായിരുന്നു. എന്നാൽ കാലക്രമേണ നമ്മളിലൂടെയുള്ള അഹങ്കാര പ്രത്യഹങ്കാരാദി ദോഷങ്ങൾ വർദ്ധിക്കുന്നതോടുകൂടി നമ്മളിലൂടെ സുഷുമ്നാ നാഡിയിലൂടെ സുഗമമായി പ്രവഹിച്ചു കൊണ്ടിരുന്ന ചൈതന്യത്തിന് നമ്മുടെ ഇടനാഡിയിലോ പിങ്കളനാഡിയിലോ മാത്രമായി ഊർജപ്രവാഹം നടക്കുകയും അത് നമ്മുടെ മൂർധാവിൽ വന്ന് മുറുകിക്കിടക്കുകയും സുഷുമ്നാ നാഡി വഴി യോഗ നടന്നുകൊണ്ടിരുന്ന നമ്മുടെ പ്രപഞ്ച ചൈതന്യവുമായി പ്രപഞ്ചശക്തിയുമായി യോഗ നടന്നുകൊണ്ടിരുന്ന അവസ്ഥ ഇല്ലാതാവുകയും സാവധാനം നമ്മുടെ മൂർധാവിലെ സ്പന്ദനം നിലക്കുകയും ചെയ്യുന്നു. പിന്നീട് ഈ ഊർജം നേരെ നമ്മുടെ നട്ടെല്ലിലൂടെ സുഷുമ്നാ നാഡി വഴി താഴേക്ക് വന്ന് നമ്മുടെ നട്ടെല്ലിൻ്റെ താഴത്ത് ഒരു ത്രികാസ്ഥിയുണ്ട്, അതിനുള്ളിൽ മൂതര ചുറ്റായി ഉറങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. ഈ ശക്തിയെയാണ് പൗരാണികരടക്കം കുണ്ടലിനി എന്ന് വിശേഷിക്കപ്പെട്ടത്. ഇതിനെ ബൈബിളിൽ ഹോളി ഗോസ്റ്റ് എന്നും ഖുറാനിൽ ബുറാഖ് എന്നും വിശേഷിക്കപ്പെടുന്നു. ഈ ശക്തിയെ നമ്മിലേക്ക് പ്രവേശിപ്പിച്ച
ആ പ്രകൃതി ശക്തിയുമായി, അമ്മയെപ്പോലെ നമ്മളെ നോക്കിക്കൊണ്ടിരുന്ന ശക്തിയുമായി കൂട്ടിച്ചേർക്കുന്ന പ്രക്രിയയാണ് സഹജയോഗ എന്ന് പറയുന്നത്. അതിൻ്റെ അനുഭവത്തെ നാം ആത്മസാക്ഷാത്കാരമെന്നും പറയുന്നു. ഇങ്ങനെ നാം ആത്മസാക്ഷാത്കാരം നേടുക വഴി നമ്മിലുള്ള ഈ കുണ്ടലിനി ശക്തിയെ, ജന്മനാ സഹജമായി നമുക്ക് കിട്ടിയ ഈ ശക്തിയെ നമ്മുടെ സുഷുമ്നാ നാഡി വഴി ഉയർത്തി നമ്മുടെ ലിംബിക് ഏരിയ കടന്നുകൊണ്ട് അമ്മയുടെ സ്നേഹത്തെ, പ്രകൃതിയുടെ സ്നേഹത്തെ, പരമചൈതന്യത്തെ തിരിച്ചറിയുവാനും അതിനോടൊപ്പം ലയിച്ചുകൊണ്ട് യോഗ പ്രാപിക്കുവാനും നമുക്ക് സാധിക്കും. ഇതാണ് സത്യമായ യോഗ. ഇനി എങ്ങനെ നമുക്ക് ആത്മസാക്ഷാത്കാരം നേടാം എന്ന് നമുക്ക് നോക്കാം. ഇത് പൂർവകാലങ്ങളിൽ വളരെയേറെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. ഈ കാര്യത്തെ സാധാരണ ജനങ്ങളിലേക്ക് മാനവരാശിയുടെ ഉന്നമനത്തിനായി മുഴുവൻ ആളുകളിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നാം സ്നേഹത്തോടെ, ആദരവോടെ ശ്രീ മാതാജി എന്ന് വിളിക്കുന്ന ശ്രീ നിർമ്മല ശ്രീവാസ്തവയാണ് ഈ യോഗ ചിട്ടപ്പെടുത്തി നമുക്ക് സമ്മാനിച്ചത്. ഇത് അവരുടെ അനുഗ്രഹത്തോടുകൂടി സഹജയോഗ അറിയുന്ന, ആത്മസാക്ഷാത്കാരം ലഭിച്ച് സഹജയോഗ മനസ്സിലാക്കിയ, കുണ്ടലിനി ശക്തി ഉയർന്ന ആർക്കും ഇത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും സാധിക്കും. അതിനായി നമുക്ക് വേണ്ടത് ശുദ്ധമായ ആഗ്രഹമാണ്. 1970 മെയ് 5 ഗുജറാത്തിലെ നാർഗോളിലെ സമുദ്രതീരത്ത് വെച്ചാണ് ശ്രീമാതാജി പ്രപഞ്ച സഹസ്രാരത്തിന് അത് തുറക്കുന്നതിന് സാക്ഷ്യം വഹിച്ചത്. അന്നു മുതൽ ശ്രീമാതാജി മാനവരാശിയുടെ ഉന്നതിക്കായി അവരുടെ കുണ്ടലിനി ശക്തിയെ ഉയർത്തി അവരെ സൃഷ്ടിച്ച ശക്തിയുമായുള്ള യോഗ പ്രാപ്തമാക്കുകയും അതിലൂടെ ശാരീരികവും മാനസികവും വൈകാരികവും ആത്മീയവുമായ സന്തുലനാവസ്ഥ കൈവരിക്കാനുള്ള ശേഷി പ്രാപ്തമാക്കുകയും നല്ലൊരു തലമുറയെ വാർത്തെടുക്കുന്നതിന് ഉതകും വിധത്തിൽ സഹജയോഗയെ ചിട്ടപ്പെടുത്തുകയും ചെയ്തു. ആരാണ് ശ്രീ മാതാജി? 1923 മാർച്ച് 21 ഭാരതത്തിലെ മധ്യപ്രദേശിലെ ചിന്തുവാഡ എന്ന സ്ഥലത്താണ് പരംപൂജ്യ ശ്രീ മാതാജി നിർമ്മലാദേവി ജനിച്ചത്. കുട്ടിക്കാലത്ത് ശ്രീ മാതാജി മഹാത്മാഗാന്ധിയുടെ ആശ്രമത്തിൽ നിത്യ സന്ദർശകയായിരുന്നു. ശ്രീ മാതാജിയുടെ മാതാപിതാക്കൾ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് നിരവധി പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. യുവതി ആയിരിക്കെ ശ്രീ മാതാജിയും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും നിരവധി തവണ ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. My parents, they taught us how to be sacrificing. My father was in jail for years. My mother went to jail 5 times. And from huge big houses we were living in huts. But we used to enjoy everything. The feeling that whatever our parents are doing is for our country's freedom was so elevating that we never even thought of little comforts that children ask for. We could sleep anywhere, eat anything, live anywhere, and that has given me the lesson that if you have complete purity about your dedication and purity about what you have to do, you can achieve. And as Gandhiji had said, we have to have first freedom.
I saw the Union Jack coming down, and I saw the Triton going up. That was the moment. It's beyond me. Even now, I remember those days. 1947 സർ CP ശ്രീവാസ്തവയുമായി ശ്രീ മാതാജിയുടെ വിവാഹം നടന്നു. വിവാഹാനന്തരം ശ്രീ മാതാജി നിരവധി തവണ ഇംഗ്ലണ്ടിൽ താമസിക്കുകയുണ്ടായി. ആ അവസരത്തിൽ ശ്രീ മാതാജിയുടെ ഭർത്താവ് അന്തർദേശീയ സമുദ്ര ഗവേഷണ സംഘടനയുടെ സെക്രട്ടറി ജനറലായിരുന്നു. ഇനി നമുക്ക് എങ്ങനെയാണോ നമുക്ക് സുഖകരമായി ഇരിക്കാൻ സാധിക്കുക, നമുക്ക് നിലത്തിരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഇരിക്കാം, ചെയറിലിരിക്കണമെങ്കിൽ അങ്ങനെ ഇരിക്കാം, പക്ഷെ വളരെ കംഫർട്ടായി നമുക്ക് സുഖകരമായി ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഇരിക്കുക. കൈകൾ മടിയിൽ തുറന്നു വെക്കുക. ഇടത് കൈ എപ്പോഴും മടിയിൽ തുറന്നു വെച്ച് തന്നെ ഇരിക്കുക. വലത് കൈ കൊണ്ടാണ് നമ്മുടെ ഈ സ്റ്റെപ്പ് ചെയ്യുന്നത്. അതിനായി വലത് കൈയെടുത്ത് ഇടത് ഹൃദയത്തിൽ ആദ്യം വെക്കുക. അതിനുശേഷം അവിടെ ശ്രദ്ധിച്ചുകൊണ്ട് അല്പനേരം ഇരിക്കുക. ശ്രീമാതാജി പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. അതിനുശേഷം അടുത്തതായി നമ്മുടെ വയറിന് ഇടത് ഭാഗത്ത് ഉള്ളം കൈ പതിച്ച് വെക്കുക. അവിടെ അല്പനേരം ശ്രദ്ധിക്കുക. ശ്രീമാതാജി പറയുന്നത് കേൾക്കുക. അതിനുശേഷം വയറിന് താഴെ നമ്മുടെ കാല് ചേരുന്ന ഭാഗത്തോട്ട് കൈവെക്കുക. അവിടെ ശ്രീമാതാജി പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. അതിനുശേഷം വീണ്ടും തിരിച്ച് വയറിൻ്റെ ഭാഗത്തോട്ട് തന്നെ കൊണ്ടുവരിക. അതിനുശേഷം ഹൃദയത്തിലേക്ക് തന്നെ കൊണ്ടുവരിക. പിന്നെ ഇടത് കഴുത്തിൻ്റെ ഭാഗത്ത് വെക്കുക. കഴുത്ത് തലയൽപ്പം വലത്തോട്ട് ചിരിച്ചു പിടിക്കുക. അവിടെ ശ്രീമാതാജി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ നെറ്റിയിലേക്ക് കൈ കൊണ്ടുവരിക. ഉള്ളം കൈ അവിടെ പതിച്ചു വെക്കുക. തലയൽപ്പം കുനിച്ചു വെക്കുക. അവിടെ ശ്രീമാതാജി പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. അതിനുശേഷം ആ കൈയെടുത്ത് നമ്മുടെ തലക്ക് പുറകിൽ വെക്കുക. തലയൽപ്പം മുകളിലോട്ട് ചിരിച്ചു പിടിക്കുക. അവിടെ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മുടെ ഉള്ളം കൈയെടുത്ത് നമ്മുടെ മൂർധാവിൽ നമുക്ക് ജന്മനാ യോഗ നടന്ന സ്ഥലത്തോട്ട് വെക്കുക. മൂർധാവിൽ അവിടെ ഉള്ളം കൈ വിടർത്തി വിരലുകളൊക്കെ വിടർത്തി അല്പം ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് ശ്രീമാതാജി പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. അതിനുശേഷം ആ കൈ ഒന്ന് അല്പം ഒന്ന് മുകളിലോട്ട് ഉയർത്തി വെക്കുക. ആ സമയത്ത് യോഗ നടക്കുകയാണെങ്കിൽ നമ്മുടെ ശുദ്ധമായ ആഗ്രഹത്തോടൊപ്പം നമ്മളിലേക്ക് കുണ്ടലിനി ഉയരുകയും നമ്മുടെ മൂർധാവിലൂടെ അത് കടന്ന് പോകുന്നത് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. അത് ഇളം ചൂടായോ ഇളം തണുപ്പായോ ഒരു കാന്തിക ബലമായോ നമുക്ക് അനുഭവപ്പെടും. അത് വിവിധ രീതിയിൽ അത് അനുഭവപ്പെടുന്നതായിരിക്കും. നമുക്കത് അനുഭവിക്കാം. Now we have to put both our feet little away from each other because you know there are two powers within us, left and right. And we use our left hand symbolically to suggest that we want our self-realization, and this is the power of desire, not of pure desire but desire. And we use our right hand, which is the power of action, to nourish our centers. On the left hand side, we'll be nourishing our left hand centers only. Now, please put your left hand towards me. And right hand on your heart. Now, close your eyes. Please don't open them till I tell you. Here you have to ask me a question, a very important question. You can call me Mother or you can call me Sri Mataji, whatever you like. Very important question. Ask a question 3 times in your heart, not loudly please. Mother, am I the spirit?
Mother, am I the spirit? Ask this question 3 times. If you are the spirit, you are your own guide. You are your own master. So now please bring down your hand, right hand, in the upper portion of your abdomen on the left hand side, press it hard. And here ask another question 3 times. Mother, am I my own master? Ask this question 3 times. Mother, am I my own master? Now, as I told you, I respect your freedom and you have a free will. I cannot force pure knowledge on you. It cannot be. You have to ask for it. So now take your right hand in the lower portion of your abdomen on the left hand side and ask me. Mother, please give me pure knowledge. 6 times because this center has got 6 petals. Mother, please give me pure knowledge. As soon as you ask this question, the Kundalini starts moving upward. So now we have to nourish the upper centers, make its movement faster. So please raise your right hand in the upper portion of your abdomen on the left hand side, press it hard, and here you say with full confidence. With full confidence you say, Mother, I am my own master. Please say it 10 times. Mother, I am my own master. These things remove your conditionings from wrong teachings. Now you raise your hand. The most important question, that is, you are not your body, you are not your intelligence, you are not your emotions, you are not your conditionings, your ego, your thoughts, but you are pure spirit. So raise your right hand on to your heart and say with full confidence 12 times. Full confidence, please. Mother, I am the spirit. Just say that. Mother, I am the spirit. Please say 12 times. Now, raise your right hand to another very important area within us, where by feeling guilty all the time, we have harmed
a very important center. I have to tell you that the divine power is the ocean of knowledge and love. It is the ocean of bliss and joy. But above all, it is the ocean of forgiveness. And whatever mistakes or wrongs you have done are dissolved by the power of forgiveness. So raise your right hand into the corner of your neck and your shoulder and turn your head to your right. Here you have to say with full confidence 16 times, Mother, I am not guilty at all. Again you say, Mother, I am not guilty at all. 16 times. I have already told you, whether you forgive others or not, you are not doing anything, it is a myth. But if you don't forgive others, then you fall into the wrong hands and torture yourself for nothing. So now, please raise your right hand onto your forehead across, press it hard on both the sides and put down your head as far as possible, resting on your hand, and press it on both the sides. This is the center where you have to forgive. Forgive others, forgive others. Just say, Mother, I forgive everyone, without thinking about them or thinking about what they have done to you. Just say, in general, Mother, I forgive everyone. Now, how many times is not the point, from your heart. You must say it properly. Yesterday so many didn't say, and I had to work very hard on them. So please say it. Please say it from your heart. Once for all, Mother, I forgive everyone. Now, take back your hand on the back side of your head on the optic lobe, and now raise it higher and let it rest on your hand. Here you have to say, for your own satisfaction, not feeling guilty, not counting your mistakes. O divine power, if I have done any mistakes, please forgive me. Say it from your heart. Now, stretch your palm, keeping your left hand towards me. This is the most important center, both the feet apart from each other. Keep yourself straight and put your right hand, the center of your palm, on top of the fontanelle bone area, the soft bone which you had in your childhood, and press it. Now bend your head as much as you can. Press back your fingers, press back your thumb
So there's a pressure on your scalp, nicely pressurized. Now move it. Move it slowly 7 times. Here again, I'm sorry, I cannot disrespect your freedom and free will. You have to ask for your self-realization. It cannot be forced on you. So 7 times, please say 7 times, Mother, please give me my self-realization. Please say it 7 times. Now, please take down your both the hands and open your eyes slowly, very slowly. Now watch me without thinking. You can do it. Now, put up your right hand like this and bend your head and see for yourself if there's a cool breeze coming out of your head. Bend your head. It is above your head, not on. So, little away from the head. You try to feel if there's a cool breeze coming out of your head. You can take your hand little further. Some people have it quite away from the head. So see for yourself there's a cool breeze coming in. Now, put the left hand towards me and put down your head. Now see for yourself again with the right hand if there's a cool breeze coming out of your head. Some people will get heat coming out, doesn't matter. It will later on be followed by cool breeze also. നമ്മളിപ്പോൾ നമ്മുടെ റിയലൈസേഷൻ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അത് ചിലവരിൽ ഇളം ചൂടായോ ഇളം തണുപ്പായോ കാന്തിക ബലമായോ ഒരു തരിപ്പ് പോലെയൊക്കെ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അതിനൊക്കെ കൃത്യമായ കാരണങ്ങളുണ്ട്. നമ്മുടെ ഉള്ളിൽ എവിടെയും തടസ്സങ്ങളില്ല എങ്കിൽ നമ്മൾ ഈ കാണുന്ന സൂക്ഷ്മ ശരീരത്തിൽ സട്ടിൽ സിസ്റ്റത്തിൽ എവിടെയും തടസ്സങ്ങളില്ല എങ്കിൽ നമുക്ക് നമ്മളിലെ കുണ്ടലിനി വേഗത്തിൽ തന്നെ ഉയർന്ന് നമ്മുടെ പ്രപഞ്ചശക്തിയുമായി ചേരുന്നത് നമുക്ക് ഇളം തണുപ്പായി അനുഭവപ്പെടും. ഇനി അല്പം മുറുക്കങ്ങളുണ്ട് എങ്കിൽ നമ്മുടെ എവിടെയെങ്കിലും നമ്മുടെ ചക്രങ്ങളിൽ അല്ലെങ്കിൽ ഊർജ കേന്ദ്രങ്ങളിൽ തടസ്സങ്ങളുണ്ട് എങ്കിൽ അതിലൂടെ കുണ്ടലിനി ശക്തി ഉയർന്നു വരുമ്പോഴുള്ള ഘർഷണം കൊണ്ട് ഇളം ചൂട് പോലെ നമുക്ക് അനുഭവപ്പെടാം. ഇനി അതല്ല എങ്കിൽ ചിലവർക്ക് അത് ഉയർന്നു വരുമ്പോഴുള്ള അതിൻ്റെ മർദ്ദത്താൽ കാന്തിക ബലം പോലെ അനുഭവപ്പെടും. ഇനി ചിലർക്കത് തരിപ്പ് പോലെയാണെങ്കിൽ അതിനർത്ഥം നമ്മുടെ എനർജി സെൻറ്ററിലൂടെ ആ ചൈതന്യത്തിന് കുണ്ടലിനിക്ക് സുഗമമായി കടന്നു വരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതുകൊണ്ട് നമ്മൾ ആരും നിരാശരാകേണ്ടതില്ല. നമ്മൾ തുടരെ ഇത് ചെയ്തു വരുമ്പോൾ പരിശീലിക്കുമ്പോൾ നമ്മുടെ എല്ലാ തടസ്സങ്ങളെയും മാറ്റിക്കൊണ്ട് കുണ്ടലിനി ഉയർന്നു വരികയും അത് നമ്മുടെ മൂർധാവിൽ ഇളം തണുപ്പായി നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. ആ സമയങ്ങളിൽ നമ്മളിൽ ചിന്ത ഇല്ലാതിരിക്കുകയും ധ്യാനത്തിൻ്റെ പരമമായ ആനന്ദം നുകരുവാനും നമുക്ക് സാധിക്കും. ഇതുവഴി നമ്മുടെ ഉള്ളിൽ ശാരീരികവും മാനസികവും വൈകാരികവും ബുദ്ധിപരവുമായ അതിലേറെ ആത്മീയവുമായ സന്തുലിതാവസ്ഥ കൈവരിക്കാനും നമുക്ക് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്നുകൊണ്ട്
ജീവിതത്തെ സുന്ദരമാക്കി ആനന്ദകരമാക്കി മുന്നോട്ട് പോകുവാനും സാധിക്കും. നമ്മളിത് ചെയ്യുകയാണെങ്കിൽ നമ്മളിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ വളരെ വളരെ വലുതാണ്. നമ്മളറിയാതെ, നമുക്കൊരു പ്രഷറും തരാതെ, നമുക്കൊരു സമ്മർദ്ദവും തരാതെ നമ്മുടെ കുണ്ടലിനിയെ നമ്മൾ മനസ്സിലാക്കുകയും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്താൽ നമ്മളിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. ആ മാറ്റങ്ങൾ നമ്മുടെ മൂലാധാര ചക്രത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, ഏറ്റവും താഴത്തുള്ള മൂലാധാര ചക്രത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് മാറ്റപ്പെടുകയും അതിലൂടെ അതിൻ്റെ ഗുണങ്ങളായ നിഷ്കളങ്കത, പ്യൂരിറ്റി, ചാസ്റ്റിറ്റി, വിവേകം, വിവേചനാശീലം ഇതൊക്കെ നമ്മളിൽ ഉണ്ടാവും. ഇനി നമ്മുടെ സ്വാധിഷ്ഠാന ചക്രത്തിൽ നമ്മുടെ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടാകുകയാണെങ്കിൽ അത് മാറ്റപ്പെടുകയും അതിൻ്റെ ഗുണങ്ങളായ ക്രിയാത്മകത, സർഗാത്മകമായ കഴിവുകൾ ഇതൊക്കെ നമ്മളിൽ ഉണരുകയും അത് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. ഇനി നമ്മളത് നാഭീചക്രത്തിലാണ് പോവുകയാണെങ്കിൽ നമ്മുടെ വയറ്റിലുണ്ടാക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും അത് മാറ്റുകയും അതിൻ്റെ ഗുണങ്ങളായ ശാന്തി, സമാധാനവും ധാർമ്മികതയും നമ്മളിൽ ഉണ്ടാക്കുകയും അതിലൂടെ നമ്മുടെ ജീവിതം സമ്പന്നമാവുകയും ചെയ്യും. ഇനി ഹൃദയചക്രത്തിലാണ് നമുക്ക് പ്രോബ്ലമെങ്കിൽ നമുക്ക് അവിടെ അത് മാറ്റപ്പെടുകയും നമ്മുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്തുകയും നമുക്ക് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ പ്രകൃതി സ്നേഹിക്കുന്നത് പോലെ, അമ്മ സ്നേഹിക്കുന്നത് പോലെ നമുക്കെല്ലാവരെയും സ്നേഹിക്കാനും അതേപോലെ തന്നെ ആത്മധൈര്യവും ആത്മബലവും നമുക്ക് സമ്പാദിക്കുവാനും സാധിക്കും. അത് കഴിഞ്ഞ് നമുക്ക് മുകളിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ വിശുദ്ധി ചക്രയിലാണെങ്കിൽ നമുക്ക് നമ്മുടെ തൈറോയിഡിനുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ ഷോൾഡറിനുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. നമുക്ക് അതൊക്കെ മാറ്റിക്കൊണ്ട് അതിൻ്റെ ആ വിശുദ്ധി ചക്രത്തിൻ്റെ ഗുണങ്ങളായ എല്ലാവരെയും നമുക്ക് സാക്ഷി ഭാവത്തിൽ കാണുവാനും പക്ഷം ചേരാതെ സത്യസന്ധമായി നിഷ്പക്ഷമായി നിന്നുകൊണ്ട് സാക്ഷിഭാവത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കുവാനും സമൂഹത്തിൽ ഇടപഴകുവാനും മധുരതരമായി മറ്റുള്ളവരോട് സംസാരിക്കുവാനും നമുക്ക് കഴിയും. അതിനുശേഷം നമുക്ക് ആജ്ഞാചക്രയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കണ്ണുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതൊക്കെ മാറ്റിക്കൊണ്ട് നമ്മുടെ ക്ഷമാതത്വത്തെ വികസിപ്പിക്കുവാനും നമുക്ക് നമ്മളോട് തെറ്റ് ചെയ്യുന്നവരെ നമുക്ക് ക്ഷമിക്കാനും നമ്മളാൽ നമ്മെ തന്നെ ക്ഷമിക്കപ്പെടാനും നമുക്ക് സാധിക്കും. അതിപ്പോൾ പരമമായ അവസ്ഥയാണ്. അതിനു മുകളിൽ നമ്മൾ സഹസ്രാര ചക്ര അവിടെ എത്തുമ്പോൾ നമുക്ക് പരമമായ ആനന്ദം, നമുക്ക് എല്ലാറ്റിൻ്റെയും ഗുണങ്ങൾ, നമ്മുടെ എങ്ങനെയാണോ നമ്മൾ ഒരു പ്രകൃതി ജീവിയായി ജീവിക്കുക, പ്രകൃതിയോടിണങ്ങി 100% പ്രകൃതിയോടിണങ്ങി പ്രകൃതിയുടെ സന്തോഷവും ആനന്ദവും സ്വീകരിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണോ ജീവിക്കാൻ സാധിക്കുക അത്തരത്തിലുള്ള എല്ലാ ഗുണങ്ങളും നമ്മളിൽ ആ എനർജി സെൻറ്റർ ഉണ്ടാക്കിത്തരുന്നു. അങ്ങനെ എല്ലാ വിധത്തിലും നമ്മളൊരു പൂർണ്ണതയുള്ള മനുഷ്യനായി മാറാൻ ഈ യോഗ നമ്മളെ സഹായിക്കും. ഈ യോഗ പരിശീലിക്കുന്നതിനോ തുടരുന്നതിനോ യാതൊരു വിലയും നിങ്ങൾ നൽകേണ്ടതില്ല. ഇത് പൂർണ്ണമായും സൗജന്യമാണ്. ഈ ലോകത്തിലെവിടെയും ഇത് സൗജന്യമാണ്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ പരിശീലിക്കേണ്ടത്? നമ്മളിനി വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. രാവിലെയും വൈകുന്നേരവും ഉറങ്ങുന്നതിന് മുമ്പും ഉണർന്ന ഉടനെയും നമ്മൾ നേരത്തെ ഇരുന്നത് പോലെ സുഖകരമായി ഇരിക്കുക, സൗകര്യത്തോടെ ഇരിക്കുക. ശരീരത്തിലെവിടെയും ശ്രദ്ധ പോകാതെ ഇരുന്നു കൊണ്ട് 2 കൈകളും മടിയിൽ തുറന്നു വെച്ച് ശ്രദ്ധയെ മൂർധാവിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് യോഗ വേണമെന്ന ശുദ്ധമായ ആഗ്രഹത്തോടുകൂടി ഇരിക്കുകയും ശ്രദ്ധയെ മൂർധാവിന് മുകളിലേക്ക് നിലനിർത്തുകയും ചെയ്യുക. അതിലൂടെ നമ്മിലേക്ക് ആ ചൈതന്യം കടന്നു വരികയും യോഗ നടക്കുകയും ചെയ്യും. ഇതിലൂടെ നമുക്ക് ചിന്തയില്ലാതെ നിർവിചാര സ്ഥിതിയും
അതിനുശേഷം നിർവികൽപ്പ സ്ഥിതിയും നമുക്ക് സാധ്യമാകും. അതിലൂടെ നമുക്ക് യോഗ, സത്യമായ യോഗ, അതിൻ്റെ അനുഭവവും ആനന്ദവും നമുക്ക് അനുഭവിക്കാനും സാധിക്കും. ഇതിലൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് നന്നായി പഠിക്കാനും ഓർമ്മശക്തി നിലനിർത്താനും വളരെയധികം സഹായകരമാണ്. അതുപോലെ തന്നെ നമ്മിലുളവാക്കുന്ന എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും സഹജയോഗ ഒരു പരിഹാരമാണ്. അത് കൃത്യതയോടെ വിശ്വാസത്തോടെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ്. സഹജയോഗ നമുക്ക് വളരെ ലളിതമായി ചെയ്യാവുന്നതാണ്. ഇതിന് ജാതി, മത, ലിംഗ, പ്രായഭേദമന്യേ ഏവർക്കും ചെയ്യാവുന്നതാണ്. ഇതിന് മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെയില്ല. അതിനായി 9615821582 9615821582 ഈ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും തന്നെ സഹജയോഗ സ്വീകരിക്കുമെന്നും തുടർന്ന് പരിശീലിക്കുമെന്നും വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.